കേവലമായ സ്നേഹം കൊണ്ട് ചില ആൾക്കാർക്ക് ഭാരങ്ങളില്ലാതാകണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്നേഹം ചില ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ചില ഭാരങ്ങളില്ലാണ്ട് വരും. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ രക്തബന്ധത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത് മതേതരങ്ങൾക്ക്. അതാണ് വിഷയം. അമ്മയ്ക്ക് കുഞ്ഞിനുള്ളത് രക്തബന്ധമല്ലേ. ഇപ്പോൾ കുഞ്ഞ് പനിയായിട്ട് കിടന്ന അമ്മ ഭക്ഷണം കഴിക്കത്തില്ല. അത് സന്തോഷമായിട്ടല്ലേ അമ്മ എടുക്കണത്. ഞാൻ കുളിച്ചിട്ട് 3 ദിവസം എന്നൊക്കെ അമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയും, ഞാൻ കൊച്ചിനെ കാണാനൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ അമ്മ പറയും, എൻ്റെ അച്ഛൻ ഞാൻ കുളിച്ചിട്ട് 3 ദിവസമായി. പക്ഷെ അതൊരു അഭിനയവേശത്തോടെ അവർ പറയണത്. എന്താ കാര്യം? കുഞ്ഞിന് വേണ്ടി അവർ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവിടെ സ്നേഹത്തിലവർക്ക് വിശ്വാസവും അതുകൊണ്ട് അവർക്ക് ആന്തരികമായ സന്തോഷവും ഉണ്ടാകും. പക്ഷേ ഇത് മതേതരന്മാർക്ക് ഇത് പലപ്പോഴും രക്തബന്ധത്തിലെ വർക്കൗട്ട് ചെയ്യണത്. പക്ഷേ സുവിശേഷപരമായിട്ട് വരുമ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് ഇവർക്ക് വരാൻ പറ്റത്തില്ല. സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ഈശോ എന്താ പറയണത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, അല്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോഴേ ആ രോഗി ചിലപ്പോൾ നമ്മുടെ ബന്ധവും സ്വന്തവും ഉണ്ടാകത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഉടമ്പടിയിലേക്ക് എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഒരു ദിവസമൊക്കെ പോയി അവരുടെ കൂടെ ഈ അനാഥാലയത്തിലും കാരുണ്യഭവനുകളിലൊക്കെ താമസിച്ച് രാവിലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, അതിനകത്ത് ഓട്ടിസം പിള്ളേരുണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും, മെൻ്റലി ചാലഞ്ചിലുള്ള ഭ്രാന്തുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം വാരി വെച്ച് കൊടുക്കേണ്ടി വരും. ഇവർ പെറ്റതല്ല, രക്തബന്ധമൊന്നുമില്ല. ഇവരാദ്യം കാണുകയാണ്. ആദ്യം കാണുന്ന കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി അതൊക്കെ തുപ്പുന്ന മക്കളെ. ഇത്ര ഈസിയുള്ള പരിപാടിയല്ല. നമ്മുടെ മക്കൾ തുപ്പിയാൽ നമ്മൾ മോന്തക്കിട്ട് അടിക്കും. പക്ഷെ ആ കുഞ്ഞുങ്ങൾ തുപ്പിയാൽ അത് സഹിക്കും. എന്താ കാര്യം? സ്നേഹം എല്ലാം സഹിക്കുന്നു. അതാ സുവിശേഷത്തിൻ്റെ അഭിഷേക ലെവൽ. അതാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 Corinthians 13:7. എന്താ വായിച്ചത്? സ്നേഹം സകലതും സഹിക്കുന്നു. പറഞ്ഞേ, സ്നേഹം സകലതും സഹിക്കുന്നു. അപ്പൊ ഇത് പ്രശ്നം കഴിഞ്ഞാൽ രക്തബന്ധത്തിലുള്ള സഹനം ഓക്കെയാണ്, മാനുഷികമാണത്. പക്ഷെ അതേസമയം രക്തബന്ധമില്ലാത്ത അതർ പേഴ്സൺ, ഇപ്പൊ നീച്ചെ എന്നും പറഞ്ഞൊരു തത്വശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അയാളുടെ ചൂട് പിടിച്ച സാത്തർ എന്ന് പറഞ്ഞ വേറൊരു തത്വശാസ്ത്രം വന്നു. ഇവർ 20ാം നൂറ്റാണ്ടിലെ പ്രോഡക്ട്സുകളാണ്, ഉൽപ്പന്നങ്ങളാണ്. അവർ ലോകത്തോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ അതർ ഈസ് മൈ എനിമി എന്നാ പറഞ്ഞത്. ദ അതർ ഈസ് മൈ എനിമി. എന്താ കാര്യം അവർ പറയാൻ കാര്യം? അവർ പറയണ ഉദാഹരണം, ഞാനിപ്പോൾ സിനിമ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വണ്ടി ടിക്കറ്റ് കൂപ്പൺ വാങ്ങാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്? ക്യൂവിലല്ലേ നിൽക്കണത്. ക്യൂവിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളെ വെച്ചുകൊണ്ട് അവിടുത്തെ സീറ്റ് തികഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി ചിന്തിക്കണത് എന്താണ്? ആ മുമ്പിലുള്ള ആളില്ലാതിരുന്നെങ്കിൽ എനിക്ക് ആ സീറ്റ് കിട്ടിയേനുമല്ല. അപ്പോൾ മുമ്പിലുള്ള ആളാരാണ്? ദ അതർ ഈസ് മൈ എനിമി, എൻ്റെ ശത്രുവാണെന്ന്. അപ്പം യൂറോപ്പ് ക്രിസ്തുവിനെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ കൈ കിട്ടിയ ഒരു വിഷയമാണിത്. എന്താ? ക്രിസ്തുവിനെ കൈവിട്ടാൽ പിന്നെയുള്ളത് എന്താണ്? അതർ ഈസ് മൈ എനിമി. അതാണ്. മറ്റുള്ള ആൾ, മുമ്പിലുള്ള ഒരാൾ, എക്സ്ട്രാ ആയിട്ട് വരുന്ന പേഴ്സൺ എൻ്റെ ശത്രുവായിരിക്കുമെന്നാണ്. അതർ ഈസ് ക്രൈസ്റ്റ് എന്നാണ് ബൈബിളിൻ്റെ, അതാണ് ബൈബിളിൻ്റെ ഒരു വെളിപാട്. അങ്ങനെയാണ്. ദ അതർ ഈസ് മൈ എനിമി എന്ന് പറഞ്ഞതിൽ ബൈബിൾ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതർ ഈസ് ക്രൈസ്റ്റ് എന്നാണ്. വെച്ചാൽ ക്രൈസ്റ്റ് പീഡാസഹനങ്ങളെ ഏറ്റുവാങ്ങിക്കുന്ന ആളാണ്.
ക്രൈസ്റ്റിനെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ എന്ത് പറയുകയെന്ന് വെച്ചാൽ എല്ലാ ഷോക്കും നിനക്ക് വേണ്ടി അബ്സോർബ് ചെയ്യും. അപ്പം ക്രൈസ്റ്റ് ആകുക എന്നുള്ളത് എപ്പോഴും ഒരു സുവിശേഷകൻ്റെ ഒരു ആന്തരിക പ്രേരണയായിരിക്കും. ക്രൈസ്റ്റ് ആകുക. ഈ ക്രൈസ്റ്റ് ആകാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയുണ്ട്. എന്താ ക്രൈസ്റ്റിൻ്റെ സ്വഭാവം? മൗലിക സ്വഭാവം എന്താണ്? നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു. അതാണ് മൗലിക സ്വഭാവം ക്രൈസ്റ്റിൻ്റെ. Take the word of God. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം. പൂർണ്ണതേ സന്തോഷത്തോടെ സ്വരത്തിൽ പാടുക. യേശയ്യാ 53:4. യേശയ്യാ 53:4. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അതായത് ക്രൈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു, അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ്? അഭിഷിക്തൻ എന്നാണ്, അല്ലേ? ഈ ഒരു വ്യക്തി ക്രിസ്ത്യാനി ആകണത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്താണ് ഇവൻ ക്രിസ്ത്യാനി ആകണത്. എപ്പോഴും ഓർത്തേക്കണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്ക് ആ വ്യക്തി അഭിഷിക്തനാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ സന്തോഷം തോന്നുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ഭാരം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവിക മനുഷ്യന് അവിടെ മോന്ത ശരിക്കും ചളങ്ങിപ്പോകുകയുള്ളല്ലേ. ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മോന്ത ചളങ്ങിയിരിക്കും, ചളങ്ങിയ മൊന്ത പോലെയാവും. പക്ഷെ മറിച്ച് ആന്തരികമായൊരു സന്തോഷമാണ് തോന്നിയെങ്കിൽ അതിൽ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങുന്നതാണ്. നീ അഭിഷേകത്തിലാണ്, നീ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങുന്നു നിന്നിലെ. ഈശോയ്ക്കും അമ്മമാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ചിഞ്ചു ജേക്കബ്. ഇതെൻ്റെ ഹസ്ബൻഡ് ടോംസി. ഞങ്ങളുടെ കുഞ്ഞ് ഒലിവിയ. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. ഞങ്ങൾ അയർലൻഡിലാണ് ഞങ്ങൾ കുടുംബമായിട്ട്. ഞാൻ നേഴ്സാണ്, ഹസ്ബൻഡ് എൻജിനീയറാണ് അയർലൻഡിൽ. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസത്തിലാണ്. ആ സമയത്ത് ഞാൻ അയർലൻഡിൽ പോകാനുള്ള പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണുകയും ഓൾറെഡി ഞാൻ എക്സാമിന് അവിടെ അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഡേറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഉടമ്പടിയെല്ലാം എടുത്തതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് കാശുരൂപവും അതുപോലെ തന്നെ സൈത്ത് പൂശാൻ നെറ്റിയിൽ പുരട്ടി തരികയും ചെയ്തു. അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം വളരെ പ്രയാസകരമാണ്. 14 സ്റ്റേഷനാണ് ആ എക്സാമിനുള്ളത്. അത് പാസ്സാകുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുപോലെ തന്നെ അവിടുത്തെ എക്സാമിനേഴ്സും വളരെ നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. ഉടമ്പടി ഉപ്പ് അതിന് വളരെ ശക്തിയുള്ളൊരിതാണ്. അത് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് അത് നമ്മൾക്ക് വേണ്ട സ്ഥലത്ത്, ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് ഞാൻ കുറച്ചൊരു ഉപ്പ് ഒരു ടിഷ്യൂവിൽ കരുതിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എക്സാം സെൻറ്ററിൽ ചെന്ന് ആരും ചവിട്ടാത്തൊരു സ്ഥലം നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ഇട്ടതിന് ശേഷമാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. ആദ്യത്തെ 2-3 എക്സാമൊക്കെ എളുപ്പമായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് തെറ്റുകൾ കാണിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുത്തി.
എന്നിരുന്നാൽ പോലും റിസൾട്ട് വന്നപ്പം ഞാൻ 14 സ്റ്റേഷനിലും ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം വഴിയാണ് ഞാൻ എക്സാം പാസ്സായത്. അതിനുശേഷം ഞാൻ ജോലിയിൽ കയറുകയും ചെയ്തു. 5 മാസത്തിനുള്ളിൽ അയർലൻഡിലെത്തി 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ അവിടെ അയർലൻഡിൽ ഹസ്ബൻഡുമാർ സാധാരണ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷണലുള്ള ജോബ് കിട്ടാൻ വളരെ പ്രയാസമാണ്. സാധാരണ അവർ എന്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിലോ അവിടെ ഇങ്ങനെ സെയിൽസ്മാനായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കാറ്. എന്നാൽ ഇവിടെ വന്ന് ഹസ്ബൻഡ് അയർലൻഡിലേക്ക് വരുന്നതിന് മുന്നേയായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. അന്ന് അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, നീ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വളരെ നല്ലൊരു ജോലി കിട്ടുകയും അതുപോലെ തന്നെ നീ വിചാരിക്കുന്നതിൽ കൂടുതൽ സാലറി ഉള്ളൊരു ജോബായിരിക്കും നിനക്ക് കിട്ടാൻ പോവുകയെന്ന്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അയർലൻഡിലെത്തി 3 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിന് അവിടുത്തെ വലിയൊരു കമ്പനിയിൽ എൻജിനീയറായി തന്നെ ജോബ് കിട്ടുകയും അവിടെ അവർലി പേയ്മെൻ്റ് ആണ്. നേഴ്സായി എനിക്ക് കിട്ടുന്നതിൻ്റെ ഡബിളാണ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ജോബിന് കിട്ടിയ സാലറി. അതൊക്കെ അമ്മമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഞാൻ 2024 ഞങ്ങൾ ആദ്യത്തെ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും എനിക്ക് ആ സമയത്ത് ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. പക്ഷേ PCODയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മരുന്നൊന്നും കഴിക്കേണ്ടെന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് വിടുകയും, പക്ഷേ എന്നാലും ഞങ്ങൾ 4 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരികയും 2024 നവംബർ മാസം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ വന്ന് കാണുകയും അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കാര്യവുമായി മാതാവിൻ്റെ തിരുസന്നിധിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വന്ന് ഞങ്ങൾക്ക് കാശ് രൂപം തന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ കാശ് രൂപം തരികയും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ കിടക്കുന്ന കട്ടിലിലെ പില്ലോയ്ക്കടിയിൽ വെച്ച് അത് ആ കാശ് രൂപം സൂക്ഷിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ സൈത്ത് പൂശാനും തന്നു. അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത വർഷം നിങ്ങൾ കുഞ്ഞുമായി വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്ന് മാതാവിനോട് നന്ദി പറയണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നവംബർ മാസം അവസാനം ഞങ്ങൾ തിരിച്ച് അയർലൻഡിലെത്തുകയും 3 മാസങ്ങൾക്ക് ശേഷം ജാനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. 2025 ഒക്ടോബർ 7-ാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ 6.5 മാസം ഞാൻ നാട്ടിലോട്ട് വന്നില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നാട്ടിലോട്ട് വന്നത്. അപ്പം ഡെലിവറി എല്ലാം അവിടെ തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ പോലെ ഓടിപ്പോയി ഡോക്ടേഴ്സിനെ കാണാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് അവർ തരുന്ന അപ്പോയിൻമെൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ പോയി കാണുക. അതുപോലെ തന്നെ ഒരു എമർജൻസി വന്നാൽ നമ്മൾ 8-10 മണിക്കൂർ നമ്മൾ ആ എമർജൻസി റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മളുടെ ഇവിടുത്തെ പോലെ ഒരു ഹെൽത്ത് സിസ്റ്റമേ അല്ല അവിടെ. അപ്പം പ്രഗ്നൻസിക്കിടയ്ക്കിൽ തന്നെ എനിക്കിടയ്ക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി. ശ്വാസം മുട്ടൽ, പിന്നെ കുഞ്ഞിന് അനക്കക്കുറവ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 6.5 മാസത്തെ സ്കാനിങ്ങിൽ അവിടെ വെച്ച് ചെയ്തപ്പോൾ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം, അത് പ്ലാസൻ്റയിൽ നിന്ന് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് കിട്ടുന്നത് ഉള്ള ഒരു പ്രോബ്ലം ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചു ആ സ്കാനിങ്ങിൽ. അതിനവർ പറഞ്ഞ പേര് പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻ എന്നാണ്. നേഴ്സായ എനിക്ക് അതിനെപ്പറ്റി അതെന്താണെന്നറിയാം. അപ്പോൾ അത് വളരെ വലിയൊരു പ്രോബ്ലമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് കിടക്കുന്ന വെള്ളം അത് വേണ്ടത്ര ഇല്ലെന്നും, പിന്നെ ആ മാസത്തിനുള്ള വളർച്ചക്കുറവ്, കുഞ്ഞിനുള്ള തൂക്കക്കുറവ് ആണെന്നും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ ഇനിയുള്ള മാസങ്ങളിൽ എല്ലാ ആഴ്ചയിലും സ്കാനിങ് വേണമെന്നും, ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ, അത് ചിലപ്പോൾ അടുത്ത മാസമാകാം. ആ ഡോക്ടറിനെ അന്ന് സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് 29 ആഴ്ചയായിട്ടുള്ളായിരുന്നു. അപ്പോൾ നേഴ്സായി എനിക്കറിയാം അതൊന്നും ആയിട്ടില്ല. കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടത്ര ഓക്സിജനോ അല്ലെങ്കിൽ എടുക്കാനുള്ള ലങ്സ് പോലും മെച്ചുറാകാത്തൊരു ടൈം പീരീഡാണത്. അപ്പം ഞാൻ ആ ഡോക്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ പോലെ നമ്മളെ ആശ്വസിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവർ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്ന് എന്നെ വീണ്ടും എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയും ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു. എൻ്റെ അമ്മയും ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, നിൻ്റെയിൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഇല്ലേ, നീ അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷം എന്നും വയറിൽ കുരിശ് വരച്ച് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡിനകത്ത് ഉപ്പിട്ട് മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിക്കുകയും പിന്നെ വൈകിട്ടത്തെ കുരിശ് വര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി
തേൻ നാക്കിൽ പുരട്ടി കുടിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത ആഴ്ചത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് പറഞ്ഞ ഒരു പ്രോബ്ലവും ആ സ്കാനിങ്ങിൽ ഇല്ലായിരുന്നു. പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസിയോ അല്ലെ ഫ്ലൂയിഡിലുള്ള ഒരു കുറവോ ഒന്നും തന്നെ ഇല്ല. അവർ പറഞ്ഞ കുഞ്ഞിന് തൂക്കം കുറവാണ്, എന്നാൽ അത് നോർമലായിട്ടുള്ളൊരു തൂക്കമാണ്. സാധാരണ അയർലൻഡിലുള്ള പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 കിലോ ആയിരിക്കും ഉണ്ടാകുന്ന പിള്ളേർക്ക്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ആ 7 മാസത്തെ ഇതിൽ വലിയ വെയിറ്റിൽ 800 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർക്ക് വലിയൊരു കുറവായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അത് ഇന്ത്യൻ ബേബീസിനും അയർലൻഡ് ബേബീസിനും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് അവർ പറയുകയും ചെയ്തു. പിന്നീടുള്ള തുടർച്ചയായി 1 മാസം കൂടെ ഞാൻ ആഴ്ചയിൽ സ്കാനിങ് ചെയ്യുകയും ആ മാസത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു കുഴപ്പവും ആ സ്കാനിങ്ങിൽ ഒന്നും കാണുകയും ചെയ്തില്ല. അതിനുശേഷം പിന്നീട് അവരെനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ സ്കാനിങ് ആക്കുകയും ചെയ്തു. 8 മാസം ആയപ്പോഴത്തേന് അവർ പറഞ്ഞു ഇനി ആ 2 ആഴ്ചത്തെ സ്കാനിങ്ങും വേണ്ട, ഇനി ഡെലിവറിക്ക് മുന്നേ ആയിട്ട് ഒരു സ്കാനിങ് മാത്രം മതിയെന്ന് പറഞ്ഞ് അവരെന്നെ വിടുകയും 37 ആഴ്ച കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു സ്കാനിങ് കൂടെ ചെയ്യുകയും അതിനകത്ത് കുഞ്ഞിന് ആവശ്യമായ തൂക്കവും അതുപോലെ രക്തയോട്ടത്തിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കുഞ്ഞിന് വേണ്ടത്ര ഫ്ലൂയിഡും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട, അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം എന്ന് പറഞ്ഞ് 38 ആഴ്ചയും 3 ദിവസവും കഴിഞ്ഞതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് പുറത്ത് വന്നത്. അതും വളരെ ആരോഗ്യമുള്ള, ഒരു കുഴപ്പവും അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും എൻ്റെ കുഞ്ഞിനില്ലായിരുന്നു. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദിയുള്ളവളാണ്. അതുകൂടാതെ അയർലൻഡിൽ പോയതിന് ശേഷമാണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇവിടുത്തെ ഉടമ്പടി പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും അത് അയർലൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികൾക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും പറഞ്ഞു കൊടുക്കുകയും അവരെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ചാരിറ്റി ഓർഗനൈസേഷന് എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ അവരെ സഹായിക്കാനായി കൊടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപോലെ ടൈം കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം ഒരുമിച്ചിരുന്ന് കൂടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അയർലൻഡിൽ പോകുന്നതിന് മുൻപ് ഞാൻ കോട്ടയംകാരിയാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടിപ്പത്രം വാങ്ങിച്ചതിന് ശേഷം അവിടെ ക്യാൻസർ വാർഡിൽ പോവുകയും രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടിപ്പത്രം കൊടുക്കുകയും പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്കായി കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അയർലൻഡിൽ എത്തിയതിന് ശേഷവും ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള രോഗികൾക്ക് അവർക്ക് വളരെ കാര്യമാണ്. അവിടുത്തെ വയസ്സായ അമ്മച്ചിമാർക്കൊക്കെ ഈ മാതാവിനെ പറ്റി അറിയുക അവർക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിശ്വാസം കുറവുള്ളൊരു തലമുറയാണ് അയർലൻഡിലുള്ളത്. അപ്പോൾ അത് വെച്ചപ്പോൾ നമ്മൾ ചെന്ന് മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയൊക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ് അത് കേൾക്കാനും പറയാനും ഒക്കെ. അപ്പം അവർക്ക് ഞാൻ കൊണ്ടുപോയി ഉടമ്പടി പത്രം കൊടുക്കുകയും മാതാവിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ചാരിറ്റി ഓർഗനൈസേഷനായിട്ടുള്ള ക്യാൻസർ ഓർഗനൈസേഷനിലോട്ട് ഞങ്ങൾ എല്ലാ മാസവും കുറച്ച് പൈസ കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ അവിടെ ഡബ്ലിനിൽ പിള്ളേർക്ക് വേണ്ടിയുള്ള ചിൽഡ്രൻ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ചികിത്സിക്കാൻ കഴിവില്ലാത്ത പിള്ളേർക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ മാസവും കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. My name is Tess. I'm coming from Houston, Texas. I belong to the St. Joseph's Family Parish over there. This is my mom, and this is my dad and my sister. They belong to Mudalakodam St. George Catholic Church. I am here to praise Mother Mary, the miracles that she has done to our family for the past 6 years. I met Mom in 2020. My dad, and I have so many miracles, and I'm so thankful for Jesus and Mother Mary Kribasinam to be here, always with my family, with my mom and my dad.
the first miracle that I wanted to tell everybody is that the spiritual growth that I have, where from nobody I couldn't talk to anybody about Mother Mary or giving the newsletter, but now I run after people to give the newsletter. So that is so powerful that I am not afraid to give Mother Mary to anybody at any place. No matter where I am, I will run after the people and I'll tell them how grateful my mom is. So my dad's, the first miracle that happened for my dad is 95 years old. He was admitted in the hospital a couple of months ago with pulmonary edema and congestive heart failure. The doctor said that he's going to be admitted in the ICU and he's got to get treated. And because of his shortness of breath, he might be able, won't be able to breathe properly, and he may have to go on ventilator or things of that nature. And I'm not here, and I am in United States. So from United States, I went on my knees and I took the mega rosary and I asked my mom, please travel to my dad where he is admitted in the hospital, and they're going to do an echocardiogram. If the echocardiogram comes not normal, they're going to admit in the ICU and do all the invasive procedures that you could imagine. And I asked Mom, please don't let my dad go through all those difficult moments. And I was on my knees praying, and after 3 hours, I got the echo result. And the echo result was amazingly, a 95-year-old dad has a normal echo result, and he has no pulmonary edema. This is Mother Mary who traveled to my dad's bedside and cured him. This is the true belief that I have with Mother Mary's presence with my dad in that hospital. And he was discharged within 24 hours. So my dad, now you can see he's walking and he's doing great. All by God's grace and Mother Mary. It is nothing our merit. This belongs to the grace of our Lord Jesus. My mom, the second testimony I wanted to give everybody is that my mom lost her function of her left foot. She couldn't walk, and she actually was bedridden at that time. And I came to see my mom, and it was devastated because I know I couldn't leave. Going back to United States, seeing my mom not able to walk. But I put the blessed oil on my mom's forehead, and I took the salt and put it in my mom's mouth. And I said to Mother Mary of Kripasanam, I don't want you to leave my mom's bedside. Stay with her, cure her, please let her walk. Within 3 days, when I reached, it takes us 3 days to get back over there. Within 3 days, when I got back to United States, my dad told me, my mom took the step and she's walking. And you're not going to believe what happened. My dad prays the mega rosary every day. He says 20 rosaries almost every day for this mom to get feeling better. And it was an amazing miracle that happened in my mom. So now you can see she's walking. She's a little bit weak, but she is walking. The other miracle that I wanted to share with you all is that how grateful my mom is. My Kripasana mom, you don't know how much that I love her. My Jesus and my Mother Mary is my strength always. I take Habakkuk 3:19 and I said, the Lord is my strength and he gives me strong legs than the antelope. That means I'm running like crazy. And I can do that all because of Mother Mary and Kripasana Mother Mary and Jesus. So one of the miracles that happened to me in the United States, if you don't have a job, you know how difficult it is. And I actually moved cities in 2021, and I came over to a new city, and I've been looking for a new job since 2021. I did not get anything until 2024 in November 17th when Father Joseph came for a retreat in Houston, Texas. And I was at that retreat. In the middle of the retreat, I got a call saying that, hey, by the way, you have a new job and we are going to hire you if you want to come for an interview. It's an amazing miracle that happened. This is all happened because how much we love our Lord Jesus and Mother Mary and how much eager we are to share that
that to other people. Don't hesitate. Your mom and your Jesus is your strength. Never let go of their hands. They are with you 24/7, even when you are sleeping. Just like Psalms 121 says, even when you are sleeping, He is awake. He is with you. He will guide you, protect you. So I got that job. It's very, very hard to get that job. It's one of the biggest hospitals in Houston. I got my interview. Within 10 days, they called me and said, we have the appointment order for you, and you can join within the next 10 days. It's unbelievable how I got that job. That is a true miracle, and it is unbelievable. So I wanted to thank Mother Mary of Kripasanam and Jesus for all the blessings that He has showered upon us. Day by day, second by second, every breath I take, I love my Jesus. The salt and the blessed oil I have taken from here. And that one of the miracles that happened is the oil that you all know that it is yellowish in color. But when I got back to United States and I looked at my oil was green in color. And I couldn't believe that. I looked at that oil and I said, my goodness, it's an orange color oil that's turned, my body is in full goosebumps right now that my oil is turned into green color. So how amazing our mom is. Her presence. When I was just coming over, I pulled my mom over here on the wheelchair. I had the beautiful smell of jasmine right by that door. And I said, yes, Mom, know that we are supposed to be here. And she invited us. This would not have happened if my mom would not let us, so Mom is the one who invited my mom and my dad to be here to proclaim to the whole wide world how beautiful, how graceful, how much miracle that she is showering upon each and every one of us. And my works of mercy belongs to, I have a group of people that we do the mega rosary every Sunday. And we actually have another beautiful rosary that's coming up in actually one of the American churches in Houston, Texas. That's going to be March 7 from 3:30 in the morning till 8 o'clock in the morning. We are going to be doing the mega rosary. And so many people like Hispanics and African Americans and every language, people from all over that city and around the country come and pray with us. Sometimes we have Zoom prayers, and every Sunday we have Zoom prayers at 3 o'clock, and people come all over the world to come and attend that prayer. So I want to again thank you, Mother Mary, Kripasanam Mother, for your presence, for your blessings, for everything that you have showered upon us through Jesus Christ. We wanted to say thank you so much. And it has been an honor, and we are so humbled to be here. And I want to thank Mother Mary and Jesus for this blessing.